കഴിഞ്ഞപ്പോഴത്തേക്കിനും പാതിരാങ്കുളങ്ങരയിൽ പറ നമ്മുടെ അതിലെ വഴി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത് കാണിക്കയൊക്കെ ഇട്ടു. പിന്നെ നമുക്ക് വൈകുന്നേരം കരുവാറ്റയിലും കവറാട്ടോട്ടൊക്കെ ഒന്ന് പോകണമായിരുന്നു. ശിവരാത്രിയാണല്ലോ, കവറാട്ടി ഉത്സവം നടക്കുവാണല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം കവറാട്ടോട്ടാണ് പോയത്. അവിടെ ഇന്നലെ കൊടിയേറിയിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ കടകളൊക്കെ വന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിജയൻ്റെ പേരപ്പൻ്റെ വീട്ടിലോട്ട് പോയി കൂട്ടൻകൈതയിൽ. അവിടെ ചെന്നപ്പോഴത്തേക്കിനും ചേട്ടൻ 2 മക്കളാണുള്ളത്. അവരവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ ഒരു കല്യാണ വീട്ടിൽ പോയേക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്മ കയറ് പിരിക്കും. ഇവിടെ എല്ലാ വീടുകളിലും കയറ് പിരിയുണ്ട്. അതിനാവശ്യമുള്ള ചകിരികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അമ്മ ഇവിടെ ഇട്ടാണ് കയറ് പിരിക്കുന്നത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രണ്ടിലൊരു ചെറിയ തോടും പുറകിലൊരു കായൽ പോലെ കണ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവർ വന്ന് ഇത് മൂത്താളും മറ്റാളും ഇളയതുമാണ്. പിന്നെ ഇവിടുന്നാണ് കതിരവൻ എന്ന് പറഞ്ഞ കാള. ഇവിടത്തേക്കും കവറാട്ടേക്കും ഏറ്റവും വലിയ കാള ഇവിടുന്നാണ്. ഷൈജോണൻ്റെ ഒക്കെ കാളയാണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം പടക്കത്തിൻ്റെ മണം മണക്കുന്നു. പടക്കം പൊട്ടിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കരുവാറ്റയിലെ ചിന്നുവിൻ്റെ വീട്ടിലോട്ടാണ്. ഞങ്ങളെ കണ്ടതും തേനൂസിന് ഭയങ്കര സന്തോഷമായി. ചെറുക്കാച്ചോ ചെറുക്കാച്ചോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വിളിക്കുമായിരുന്നു. പിന്നെ തേനൂസും മുനൂസും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളിയാണ് അവർ പിന്നെ കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. മെയിനായിട്ട് വിജയൻ്റെ ഹെൽമെറ്റ് എടുക്കാനാണ് പോയത്. അങ്ങനെ പിന്നെ അവൾ അച്ഛന് 2 മുണ്ടൊക്കെ തന്നു വിട്ടു. അനിലളിയൻ എഴുന്നള്ളത്തിന് പോകുന്നതുകൊണ്ട് മുണ്ടൊക്കെ കിട്ടും. അങ്ങനെ അച്ഛൻ 2 മുണ്ടൊക്കെ തന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകാനിറങ്ങി. ആ സമയം കൊണ്ട് പൊന്നൂസും തേനൂസും കൂടെ അടിയുണ്ടാക്കി. തേനൂസ് അപ്പുറത്ത് അപ്പാപ്പൻ്റെ വീട്ടിൽ പോയി നിന്നു. പിന്നെ നമ്മൾ പോകാൻ നേരത്ത് ആൾ ടാറ്റയൊക്കെ പറഞ്ഞു വന്നു കേട്ടോ.